വിവാദത്തിൽപ്പെട്ട അരളിച്ചെടികളും പൂക്കളും പൂന്തോട്ടങ്ങളിൽ നിന്ന് പുറത്തായി തുടങ്ങി. അരളിപ്പൂവും ഇലകളുമെല്ലാം ജീവനെടുക്കാവുന്ന വിഷം വഹിക്കുന്നവയാണെന്ന പ്രചരണമാണ് അരളിച്ചെടികൾക്ക് പുറത്തേക്കുള്ള വഴിയൊരുക്കിയത്. പാതയോരങ്ങളിലും വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും പൂന്തോട്ടങ്ങളിലും വിരിഞ്ഞു നിൽക്കുന്ന അരളിച്ചെടികൾക്ക് ഇനി അധികം ആയുസ്സുണ്ടാകില്ല. പൂച്ചെടികൾക്കും പൂക്കൾക്കുമിടയിൽ വില്ലൻ പരിവേഷത്തിലാണ് അരളിച്ചെടിയും പൂവും. അരളിപ്പൂവ് വായിലിട്ട് ചവച്ചതാണ് ആലപ്പുഴ സ്വദേശിനിയായ യുവതിയുടെ മരണത്തിന് കാരണമായതെന്ന റിപ്പോർട്ടുകളുണ്ട്. പത്തനംതിട്ടയിൽ അരളിച്ചെടി തിന്ന പശുവും കിടാവും ചത്തുവെന്ന മറ്റൊരു വാർത്തയും പുറത്തുവന്നിട്ടുണ്ട്. ഇതുവരെ ഭേദപ്പെട്ട സ്ഥാനമുണ്ടായിരുന്ന അരളിച്ചെടിയും പൂവും ഇപ്പോൾ വില്ലന്റെ പരിവേഷത്തിലാണ്. പല റോഡുകളുടെയും ഓരങ്ങളിൽ അരളിച്ചെടികൾ വളരുന്നുണ്ട്. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നട്ടുപിടിപ്പിച്ചവയുമുണ്ട്. പൊതുസ്ഥാപനങ്ങളുടെ പരിസരങ്ങളിലും അരളിച്ചെടികൾ ധാരാളമുണ്ട്. ഇവയ്ക്ക് ഇനി ഏറെ നാൾ ഇങ്ങനെയുണ്ടാകാനിടയില്ല. വൈകാതെ ഇവ തീക്കനലിൽ എറിയപ്പെടും. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും മുറ്റത്തും പൂന്തോട്ടങ്ങളിലുമെല്ലാം അരളിച്ചെടികൾക്കുണ്ടായിരുന്ന സ്ഥാനം നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും വിഷകാരിയായിരുന്നു തങ്ങളുടെ ഇഷ്ടച്ചെടി എന്ന തിരിച്ചറിവ് ആളുകളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അരളിച്ചെടികൾ വേരോടെ പിഴുതുകളയുകയാണിപ്പോൾ പലരും. സംശയത്തിന്റെ നിഴലിലുള്ള ചെടിയും പൂവും തങ്ങളുടെ കൺവെട്ടത്ത് വേണ്ടെന്ന ചിന്ത ആളുകളിൽ ഉടലെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.